Hello dears, I am here Divya Sajid from Divu's Happiness Hub. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ലെങ്കിൽ അപകർഷതാബോധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്ന ഒരു വാക്കാണ് ഈ ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നിറയെ അപകർഷതാബോധം ഉണ്ടെന്നാണ്. ഉയർച്ചയിൽ പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും ഈ വാക്ക് ഉപയോഗിക്കുക കൂടിയില്ല. നമ്മളിലെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഒരു വ്യക്തിയുടെ അയാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ വ്യക്തിത്വം സൂചിപ്പിക്കുന്നത് അയാളുടെ അനുഭവങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് ചിലപ്പോൾ അതിലെ പരാജയമായിരിക്കാം. വീണ്ടും ആ കാര്യം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ പരാജയത്തിൻ്റെ ഭീതി ഉണ്ടാകും, പുതിയ കാര്യം ചെയ്യാനായിട്ടുള്ളൊരു ഭയവും ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഈ അപകർഷതാബോധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പരാജയത്തെ മനസ്സിൽ കൊണ്ടുവരാതെ അന്ന് ഒരു കാര്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഉണ്ടായ സന്തോഷ നിമിഷങ്ങളെ കൊണ്ടുവരിക. ആ സന്തോഷ നിമിഷങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് എൻജോയ് ചെയ്തതെന്ന് ആലോചിക്കുക. നിങ്ങളുടെ ചുറ്റും ഉള്ളവർ ആ സന്തോഷം, മറ്റുള്ളവർ നിങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള പരാജയം മറന്നിട്ട് നമ്മൾ ആ വിജയ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുക. അപ്പോൾ നമുക്ക് വിജയിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഈ തകർച്ചയെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ ആ തകർച്ച മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. അപ്പോൾ ആ ഇൻസിഡൻ്റെല്ലാം നമ്മൾ ആ തോട്ടിനെയൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ സന്തോഷ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുക. ആത്മവിശ്വാസമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല സുഹൃത്ത്. ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിനി അപകർഷതാബോധം ഉണ്ടാകില്ലല്ലോ. ഇനി അങ്ങനെ അഥവാ മനസ്സിൽ തോന്നിയാലും എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് നല്ല ഡ്രസ്സില്ല, എനിക്കൊന്നുമില്ല എന്നുള്ള പരാതികൾ പറയാതെ, എനിക്ക് ആരുമില്ല, എനിക്ക് ബന്ധുക്കളില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് നല്ല സുഹൃത്തുക്കളില്ല എന്നൊക്കെ ഒരുപാട് പരാതി പറയുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ തകർച്ചയിലേക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ അവരുടെ മുന്നിലെ ജീവിതം കാണുകയോ അവരിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ തകർച്ചയിലേക്ക് ആരും പോകാതെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറുക. നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്. ആ സുഹൃത്തിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറുക. താങ്ക് യു. I am your Divya Sajid from Divu's Happiness Hub. Love you all.